ലാംഡ കാൽക്കുലസ് കണ്ടുപിടിച്ചത് അലോൺസോ ചർച്ചാണ്. അയാൾ പറഞ്ഞു തന്നതിൽ രണ്ട് വാല്യൂസ് തമ്മിലുള്ള മാപ്പിംഗ് ആണ് ലാംഡ കാൽക്കുലസ്. അതായത് ഫംഗ്ഷൻ ആണ് സെൻട്രസിറ്റിസം. അപ്പൊ രണ്ട് വാല്യൂസ് തമ്മിൽ മാപ്പ് ചെയ്യണതിനെ കുറച്ചും കൂടി ആൾക്കാർ ടൈപ്പ്ഡ് ലാംഡ കാൽക്കുലസ്, ടൈപ്പ്ഡ് വാല്യൂ, ടൈപ്പ് ഉള്ള ലാംഡ കാൽക്കുലസ് ഉണ്ടാക്കി. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തോന്നി ടൈപ്പിൽ നിന്ന് വാല്യൂ ജനറേറ്റ് ചെയ്യാലോ എന്ന്. അതായത് വാല്യൂന്ന് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ മാത്രമല്ല ടൈപ്പിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. അതിനെയാണ് മറ്റേ ജനറിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ സിസ്റ്റം എഫ് എന്ന് വിളിച്ചു. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ടൈപ്പിൽ നിന്ന് ടൈപ്പിലോട്ട് ട്രാൻസ്ഫോം ചെയ്തുകൂടാന്ന്. ഒന്നുകൂടി റേസ് ചെയ്തു, കാരണം ഹയർ കൈൻഡ് ടൈപ്സ്. അതിനെയാണ് സിസ്റ്റം എഫ് പ്ലസ് സി ഒമേഗ എന്ന് പറയും. അപ്പൊ ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തോന്നി എന്തുകൊണ്ട് വാല്യൂവിൽ നിന്ന് ടൈപ്പ് ഇൻഫർ ചെയ്തു വിടുന്നത്. അതായത് വാല്യൂ ടു ടൈപ്പ്, ടൈപ്പ് ടു ടൈപ്പ് അല്ല, വാല്യൂ ടു ടൈപ്പ്. അത് അതിനാണ് ഡിപെൻഡന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ടൈപ്പ് ഇൻഫറൻസ് ആയിട്ട് ബന്ധമില്ല. ഇല്ല, ടൈപ്പ് ഇൻഫറൻസ് നിങ്ങൾക്ക് ടൈപ്പ് ടു ടൈപ്പ് സാധനങ്ങൾ ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൽ വേണ്ട. ടൈപ്പ് ടു വാല്യൂ ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ സി ഷാപ്പിൽ ടൈപ്പ് ഇൻഫറൻസ് ചെയ്യാന്നുള്ളൂ. കാരണം സി ഷാപ്പിൽ അത്രേ ഉള്ളൂ, ടൈപ്പ് ടു ടൈപ്പ് ഇല്ല. അത് ഹാസ്കലിലോ സ്കാലയിലേ ഉള്ളൂ. ഹയർ കൈൻഡ് ടൈപ്സ് എന്ന് പറയുന്ന സാധനം ഇല്ല സി ഷാർപ്പില്. അപ്പോ ഇനിയിപ്പോ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള താത്വികമായ സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രോഗ്രാമിംഗ് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഉള്ളില് ആർക്കിടെക്ചറൽ ഇൻസൈറ്റ്സ് ഒക്കെ പതിയിരിപ്പുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കാതെ നിങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത സിസ്റ്റംസ് ആർക്കിടെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ ആരോപണം. ജനറലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ.